ശബരിമല സ്വർണ്ണ കവർച്ച VHP പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവ്. വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ പരാതി അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. പമ്പ സബ് ഇൻസ്പെക്ടർ പരാതി അന്വേഷിക്കും. പമ്പ സ്റ്റേഷനിലാണ് VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ പരാതി നൽകിയിരുന്നത്. വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും. ഗോകുൽ, വളരെ നിർണായകമായ ഒരു അപ്ഡേറ്റ് ആണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഒടുവിൽ VHPയുടെ പരാതി വന്നിരുന്നു. ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഈ പരാതിന്മേൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പമ്പ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന പരാതിയിലാണ് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നത്. പമ്പ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഈ VHPയുടെ പരാതി അന്വേഷിക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള പോലീസിൽ നിന്നുള്ള മറുപടി ഈ പരാതിക്കാരന് ലഭിച്ചിരിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിലായിരുന്നു പരാതി നൽകിയിരുന്നത്. പ്രത്യേകിച്ച് ശബരിമലയിൽ നടന്നത് സംഘടിതമായിട്ടുള്ള സ്വർണ്ണ കൊള്ളയാണ് എന്നും അതിന് പിന്നിലുള്ള ആളുകളെ മുഴുവൻ പ്രതികളെയും ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെയും അവർക്കെതിരായിട്ട് നിയമ നടപടി ഉണ്ടാവണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ടും പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ദേവസ്വം ബോർഡ്, അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി അടക്കമുള്ള സ്വകാര്യ വ്യക്തികൾ, സ്പോൺസർ ഇടപാട് നടത്തിയിട്ടുള്ള വ്യക്തികൾ, ദേവസ്വം ബോർഡ് ജീവനക്കാർ അടക്കം ഇതിന് ഉത്തരവാദികൾ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ കൃത്യമായിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവർക്കെതിരായിട്ട് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സ്വർണ്ണപ്പാടി അടക്കമുള്ള കാര്യങ്ങൾ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സംഭവവികാസങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം എന്നതടക്കമുള്ള കാര്യങ്ങളും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പരാതിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പരാതിയുടെ അന്വേഷണം എന്തായാലും ആരംഭിക്കുന്നുണ്ടാവും. ഒപ്പം പമ്പ പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ സജി KV എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഇതേ സ്റ്റേഷനിൽ തന്നെ ശബരിമല കർമ്മസമിതി അടക്കമുള്ള ആളുകൾ കൂടി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പരാതികളിൽ നടപടി ഉണ്ടാകുന്നത് ശുഭസൂചകമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സംഭവങ്ങളും ആരോപണങ്ങളും ഉണ്ടായി ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷവും സ്വമേധയാ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തെ വലിയ വിമർശനമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലെങ്കിലും നടപടി ആരംഭിച്ചു. പക്ഷേ ഏതു വിധത്തിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കും, അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത്. ഒപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും വലിയ വിമർശനങ്ങളും ഒക്കെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് അന്വേഷണ നടപടി ഉണ്ടാകുന്നത്. പക്ഷേ മുമ്പ് ഈ VHP ആയാലും ഈ ശബരിമല കർമ്മസമിതി ആയാലും ഒക്കെ പറയുന്നത് പോലെ തന്നെ ഇത് കേരളത്തിലോ അല്ലെങ്കിൽ കേവലം ഈ ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അഴിമതിയല്ല, ഇത് ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു അഴിമതി ആണ്. അതുകൊണ്ട് തന്നെ ആ കേസിന്, ആ പരാതിക്ക് അത്രത്തോളം വ്യാപ്തിയുണ്ട്, ആരോപണങ്ങൾക്ക്. ആ രീതിയിൽ ഒരു ഗൗരവപൂർണ്ണമായിട്ടുള്ള അന്വേഷണം ഇതിന്മേൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികളിൽ ഇതിൽ അന്വേഷണം ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഹൈന്ദവ സംഘടനകൾ അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള വിഷയമായതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ എത്രമാത്രം വ്യാപ്തിയുള്ള ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് ഇനി ഇതിൽ നോക്കിക്കാണേണ്ടത്. എന്തായാലും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു നടപടി പോലീസ് സംവിധാനത്തിൽ നിന്നുണ്ടാകാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ സ്വമേധയാ ഒരു നടപടി ഉണ്ടാകാതെ വന്നപ്പോഴാണ് കർമ്മസമിതിയുടെ ഭാഗത്തു നിന്നും VHPയുടെ ഭാഗത്തു നിന്നുമൊക്കെ പരാതി ഉയർന്നത്. ഇനി ഈ വിഷയത്തിൽ, ഈ പരാതിയിൽ ഒക്കെ അന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട്. പക്ഷേ അതിൽ ഇനി ഒരു തുടർ നടപടി എങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഗോകുൽ പറഞ്ഞതുപോലെ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. ചെന്നൈയിലും ബാംഗ്ലൂരുവിലും ഒപ്പം ഹൈദരാബാദിലും ഒക്കെ ഈ അന്വേഷണത്തിന്റെ വ്യാപ്തി ചെന്നെത്തേണ്ടതുണ്ടല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഈ പുറത്തു വന്ന സംഭവങ്ങളും വിവരങ്ങളും ഒക്കെ വെളിവാക്കുന്നത് ഇത് ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ദക്ഷിണേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സംഭവങ്ങൾ, അഴിമതി കഥകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പോൺസർ ഇടപാടുകളും അതോടൊപ്പം തന്നെ ഈ ചെന്നൈയിൽ അടക്കം കൊണ്ടുപോയി പൂജ ചെയ്ത സംഭവങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു അഴിമതിയാണ്. അത്രത്തോളം വ്യാപ്തിയുള്ള ഒരു അഴിമതി ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിന് അല്ലെങ്കിൽ കേവലം പമ്പ പോലീസ് സ്റ്റേഷന് അന്വേഷിക്കുന്നതിലൊരു പരിധിയുണ്ട്, കാരണം പരിമിതിയുണ്ട്. കാരണം അവരുടെ അന്വേഷണ പരിധി അത്രത്തോളം ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് നേരത്തെ മുതൽ തന്നെ ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ആ അന്വേഷണത്തിന്റെയൊക്കെ ആദ്യപടി എന്നോണം തന്നെയാണ് അവർ ഈ പോലീസിന്റെ ഒരു നിസ്സഹായതയെ അല്ലെങ്കിൽ പോലീസിന്റെ നിഷ്ക്രിയത്വത്തെ വലിയ വിമർശിച്ചിരുന്നു. അതിനുശേഷമാണ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അതായത് പരാതി ലഭിച്ചിട്ടെങ്കിലും പോലീസ് അന്വേഷിക്കട്ടെ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടം എന്നോണം പമ്പ പോലീസ് സ്റ്റേഷനിൽ വിശ്വ ഹിന്ദു പരിഷത്തും ശബരിമല
ശബരിമല കർമ്മസമിതിയും ഒക്കെ പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിരുന്നത്. അതല്ലാതെ അത്രയും നാൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വെറും നിഷ്ക്രിയത്വമായിട്ടുള്ള ഒരു നടപടി നിലപാട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വമേധയാ എടുക്കേണ്ട കേസാണ്. പ്രത്യേകിച്ച് അത്ര വലിയ ആരോപണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിൽ നിന്നും സ്വർണ്ണമടക്കം കടത്തിക്കൊണ്ടുപോയി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് സ്വമേധയാ കേസിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത നടപടികൾ ആരംഭിക്കേണ്ടതായിരുന്നു. അത് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പരാതി നൽകാനായിട്ട് ഉണ്ടായത്. എന്തായാലും ഈ പരാതി ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച പരാതിയിൽ VHPയുടെ പരാതി ഉയർന്നിരുന്നു. ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ പരാതി അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. പമ്പ സബ് ഇൻസ്പെക്ടർ പരാതി അന്വേഷിക്കും. പമ്പ സ്റ്റേഷനിലാണ് VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയൽ പരാതിയെ നൽകിയിരുന്നത്. എന്തായാലും ഇനി തുടർ നടപടി എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഗോകുൽ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.